പക്ഷേ ഇവിടെ വന്ന് എനിക്ക് അതൊരു റിഗ്രറ്റ് ആയിട്ട്. ഹായ്, എൻ്റെ പേര് നിഹാൽ മുഹമ്മദ്. ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ സ്കിൽഹാര തൃശ്ശൂരിൽ സൈബർ സെക്യൂരിറ്റി കോഴ്സ് ചെയ്യുകയാണ്. ഇപ്പോൾ കോഴിക്കോട് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്തായിരുന്നു. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എനിക്ക് സെക്യൂരിറ്റി സൈഡിലേക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങിയത്. സോ ഞാൻ അവിടെ വെബ് ഡെവലപ്മെൻറ്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ സെക്യൂരിറ്റി കാര്യങ്ങളെ പറ്റി കുറച്ചുകൂടി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ വഴി അതുപോലെ ഗൂഗിൾ വഴിയൊക്കെ സെർച്ച് ചെയ്തിട്ട് നല്ല ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നുള്ളത് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സ്കിൽഹാര തൃശ്ശൂരിനെ പറ്റിയിട്ട് അറിയുന്നത്. സ്കിൽഹാരയിൽ ഇവിടെ വന്നു. എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ അവരൊരു ട്രയൽ ക്ലാസ് എടുത്ത് തന്നിരുന്നു. കവി സാറാണ് ക്ലാസ് എടുത്ത് തന്നിരുന്നത്. സോ അതുവഴി ഞാൻ ഇവിടുന്ന് പോരുന്ന ടൈമിൽ തന്നെ ഇവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. സാധാരണ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ലാബുകൾ കുറവായിരിക്കും ഉണ്ടാവാറ്. അപ്പോൾ ഞാൻ ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടാണ് സ്കിൽഹാര എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ വന്ന് എനിക്കതൊരു റിഗ്രറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം സാറ് നമുക്ക് ആദ്യം കറക്റ്റായിട്ടുള്ള നോട്ട്സ് തരും. ആ നോട്ട്സ് തന്ന് പിന്നെ അതിൻ്റെ ലാബുകൾ നമ്മൾ ചെയ്യും. അത് ഇവിടുത്തെ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ ടൂൾസും സംഗതികളൊക്കെ കാണിച്ചു തന്നിട്ട് ആണ് പഠിപ്പിച്ചു തരുന്നത്. സ്കിൽഹാരയിൽ നിന്ന് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പിന്നെ എന്താ പറയുക, ഞാനിവിടെ ജോയിൻ ചെയ്യുന്ന ടൈമിൽ തന്നെ അവർ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് പ്ലേസ്മെൻറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും കോഴ്സ് പഠിച്ച് ലേൺ ചെയ്ത് നിങ്ങൾക്ക് സ്വയം ജോലി കണ്ടെത്താൻ പറ്റുന്ന ലെവലിലേക്കുള്ള ആ രീതിയിലേക്ക് പര്യാപ്തമാക്കിയിട്ടാണ് നിങ്ങളെ വിടുള്ളൂ എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് എനിക്ക് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നു.